നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ പൂജാമുറിയിൽ ഈ പറയുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അത് എടുത്തു മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യം വന്നു ചേരുന്നതാണ്. ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി തനിയെ ഉണ്ടെങ്കിലും അതല്ല വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് നിങ്ങൾ വിളക്ക് വെക്കുന്നത്, അവിടെ ഈ പറയുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിലും ഉടനടി തന്നെ അതെടുത്തു മാറ്റേണ്ടതാണ്. പൊതുവായി നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളും നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം. എന്നാൽ പ്രധാനമായും നമ്മുടെ പൂജാമുറി വളരെയധികം ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ പൂജാമുറി ശുദ്ധിയുള്ളതല്ലെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവായ എനർജികൾ വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല പണവരവിൽ വളരെ കൂടുതലായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനോടൊപ്പം തന്നെ പാഴ്ചിലവുകളും ചികിത്സാ ചിലവുകളും വർദ്ധിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര കലഹം, പ്രശ്നങ്ങൾ, വീട്ടിൽ മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറി കറക്റ്റായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരുന്നതാണ്. നമ്മുടെ പൂജാമുറിയിൽ ഏതെല്ലാം വസ്തുക്കളാണ് ഉണ്ടാകുവാൻ പാടില്ലാത്തത് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഒന്നാമതായി ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മുടെ പൂജാമുറി തുടച്ചു വൃത്തിയാക്കാവുന്നതാണ്. ചിലന്തി വലകളും അതുപോലെ തന്നെ ചുക്കിലി വലകളും നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാകുവാൻ പാടില്ല. പൂജാമുറിയിൽ മാത്രമല്ല, ചിലന്തി വലകളും ചുക്കിലിയും നമ്മുടെ വീടിന്റെ ഏതൊരു മുറികളിലും ഉണ്ടായാൽ അതിലൂടെ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ചുക്കിലിയോ ചിലന്തി വലകളോ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ വൃത്തിയാക്കേണ്ടതാണ്. ഇനി രണ്ടാമതായി നമ്മുടെ പൂജാമുറിയിൽ പ്രസാദമായി വെക്കുന്ന നാളികേര മുറികൾ പൂജയ്ക്ക് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അത് തിരികെ എടുത്ത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അടുക്കളയിലോ എടുത്തു വെക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഉടച്ച തേങ്ങാമുറികൾ ഒരുപാട് നേരം അല്ലെങ്കിൽ ദീർഘനേരം നമ്മുടെ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല. പൂജ കഴിഞ്ഞ് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ തേങ്ങാമുറികൾ പൂജാമുറിയിൽ നിന്നും മാറ്റേണ്ടതാണ്. അടുത്തതായി പൂജാമുറിയിൽ ഈശ്വരന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ നമ്മൾ വെറ്റിലയും പാക്കും വെക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏത് പൂജ ചെയ്യുമ്പോഴും നമ്മൾ വെറ്റിലയും പാക്കും വെക്കുക പതിവാണ്. എന്നാൽ ഈശ്വരന് വേണ്ടി നമ്മൾ വെക്കുന്ന വെറ്റില ഒരിക്കലും വാടിപ്പോകാൻ പാടില്ല. ഒരുപാട് പേര് പൂജാമുറിയിൽ വെറ്റിലയും പാക്കും വെക്കും. എന്നാൽ ചിലരെങ്കിലും ചിലപ്പോൾ അതെടുത്ത് മാറ്റുവാൻ പോലും മറന്നു പോകും. പിന്നീട് അതെടുത്ത് വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ ചപ്പുചവറുകൾ ഇടുന്നിടത്തോ ഇടാറുണ്ട്. ഈ രീതിയിൽ വെറ്റില ഉണങ്ങിപ്പോയാൽ അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ വെക്കുന്ന വെറ്റില പൂജയ്ക്ക് ശേഷം വീട്ടിൽ വെറ്റില മുറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെറ്റില അവർക്ക് നൽകാവുന്നതാണ്. ഇനി നിങ്ങൾ വെറ്റില മുറുക്കുന്നില്ല എങ്കിൽ വെറ്റില മുറുക്കുന്ന ആർക്കെങ്കിലും ഈ വെറ്റില നൽകാവുന്നതാണ്. അടുത്തതായി പലരും പൂജാമുറിയിൽ ഈശ്വരന് നിവേദ്യമായി ദിവസവും പാൽ വെക്കാറുണ്ട്. പൂജ കഴിഞ്ഞ ഉടൻ തന്നെ ആ പാൽ വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ പൂജാമുറിയിൽ വെക്കുന്ന പാൽ കൂടുതൽ സമയം പൂജാമുറിയിൽ തന്നെ വെച്ചാൽ ആ പാൽ കേടാകാനുള്ള സാധ്യതയുണ്ട്. നൈവേദ്യമായി വെക്കുന്ന പാൽ കേടായാൽ അതിലൂടെ വീട്ടിൽ ദാരിദ്ര്യം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ പാൽ നിവേദ്യമായി വെക്കുന്നവർ ഉടനടി തന്നെ അത് എടുത്തു മാറ്റേണ്ടതാണ്. ഇനി അടുത്തതായി നിങ്ങളുടെ പൂജാമുറിയിൽ പഴമാണ് നിങ്ങൾ നിവേദ്യമായി വെക്കുന്നതെങ്കിലും നിങ്ങളുടെ പൂജയ്ക്ക് ശേഷം ഉടനടി തന്നെ ആ പഴങ്ങൾ എടുത്തു മാറ്റേണ്ടതാണ്. ഒരുപാട് സമയം പൂജാമുറിയിൽ പഴങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പഴങ്ങൾ മാത്രമല്ല, ഏത് നൈവേദ്യമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലും അത് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു കാരണവശാലും ഈ വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല. പൂജാമുറിയിൽ നിന്നും ഇത് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഇത് പ്രസാദമായി കഴിച്ചാലും കുഴപ്പമില്ല. എന്നാൽ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഈ പ്രസാദം ചീത്തയായി അതെടുത്തു കളയുവാൻ പാടില്ല. ഈശ്വരന് നിവേദ്യമായി വെക്കുന്ന വസ്തുക്കൾ അളവിൽ കൂടുതലായി വെച്ചിട്ട് പിന്നീട് അത് വലിച്ചെറിയുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള അളവിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും പിന്നീട് അത് നിങ്ങൾ പ്രസാദമായി കഴിക്കുകയും ചെയ്യുക. അടുത്തതായി നമ്മുടെ പൂജാമുറിയിൽ കൊളുത്തുന്ന വിളക്കുകൾ തനിയെ അണയണമോ അല്ലെങ്കിൽ വിളക്ക് നമുക്ക് അണയ്ക്കാമോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. വിളക്ക് നമ്മൾ കൊളുത്തിയതിന് ശേഷം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ആ വിളക്ക് കത്തിയിരിക്കേണ്ടതാണ്. ആ 1 മണിക്കൂറിന് ശേഷം വിളക്ക് അണയ്ക്കാവുന്നതാണ്. ആരാണോ വിളക്ക് കൊളുത്തുന്നത് അവരാണ് വിളക്ക് അണയ്ക്കേണ്ടതും.
വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകളാണ് വിളക്ക് കൊളുത്തേണ്ടത്. എന്നാൽ ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താലോ കാരണത്താലോ മാത്രമേ പുരുഷന്മാർ വിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ. ഇനി വിളക്ക് വെക്കുന്ന ആ ഒരു സമയത്ത് സ്ത്രീകൾ വീട്ടിലില്ലെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലോ ആ ഒരു സമയത്ത് പുരുഷന്മാർക്ക് വിളക്ക് വെക്കാവുന്നതാണ്. ഇനി വിളക്ക് അണയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഊതിയോ വിളക്ക് അണയ്ക്കുവാൻ പാടില്ല. ഒരു പുഷ്പം കൊണ്ട് വിളക്ക് അണയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വലിയ കൽക്കണ്ടം കൊണ്ടും വിളക്ക് അണയ്ക്കാവുന്നതാണ്. കൽക്കണ്ടം ഉപയോഗിച്ച് വിളക്ക് അണച്ചാൽ അതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ വിരലുകളാലോ അല്ലെങ്കിൽ ഊതിയോ വിളക്കണയ്ക്കുന്നതിലൂടെ ആ വീട്ടിൽ ചികിത്സാ ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. അടുത്തതായി, വാടിയ പൂക്കൾ ഒരു കാരണവശാലും പൂജാമുറിയിൽ ഉണ്ടാകുവാൻ പാടില്ല. ചിലരെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു തവണയായിരിക്കും പൂജാമുറിയിൽ ഈശ്വരന്റെ ഫോട്ടോസിന് പൂക്കൾ വെക്കുന്നത്. അടുത്തയാഴ്ച പുതിയ പൂക്കൾ വെക്കുന്നതുവരെ ഓൾറെഡി വെച്ചിരുന്ന പൂക്കൾ വാടിപ്പോവുകയോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുകയോ ചെയ്യാറുണ്ട്. ഇങ്ങനെ വാടിപ്പോയ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ പൂക്കൾ ഈശ്വരന്റെ ഫോട്ടോസിൽ വെക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ കൊടിയ ദാരിദ്ര്യം വന്നു ചേരുന്നതാണ്. മാത്രമല്ല ധാരാളം നെഗറ്റീവ് എനർജികൾ ക്രിയേറ്റ് ആകുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയാണ് നിങ്ങളുടെ പൂജാമുറിയിൽ പൂക്കളാൽ അലങ്കരിക്കുന്നതെങ്കിലും വാടിയ പൂക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അതെടുത്ത് മാറ്റേണ്ടതാണ്. അടുത്തതായി, ഈശ്വരന്റെ ഫോട്ടോസ് ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിലും അതല്ല വിഗ്രഹമാണ് ഉള്ളതെങ്കിലും അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് വെക്കാറ് പതിവാണ്. ഇങ്ങനെ വെക്കുന്ന ഈ പൊട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മാറ്റേണ്ടതാണ്. ഈശ്വരന്റെ ഫോട്ടോസ് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വീണ്ടും പുതിയ മഞ്ഞളാലും കുങ്കുമത്താലും പൊട്ട് വെക്കാവുന്നതാണ്. ചിലരുടെ വീട്ടിൽ പൂജാമുറിയിലെ ഫോട്ടോസ് വർഷത്തിൽ ഒരു തവണയായിരിക്കും തുടയ്ക്കുക. അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ആയിരിക്കും പൂജാമുറിയിലെ ഫോട്ടോസും വിഗ്രഹവും തുടച്ചു വൃത്തിയാക്കാറ്. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിലെ ഫോട്ടോസും വിഗ്രഹവും നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കേണ്ടതാണ്. ഇനി അടുത്തതായി, നിങ്ങളുടെ പൂജാമുറിയിൽ ഉടഞ്ഞ വിഗ്രഹമോ അല്ലെങ്കിൽ കീറിപ്പോയ ഫോട്ടോസോ പൊട്ടിയ ഫോട്ടോസോ വെക്കുവാൻ പാടില്ല. ഇങ്ങനെ വെക്കുന്നതിലൂടെ വളരെ കൂടുതലായും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. പൊട്ടിയ വിഗ്രഹങ്ങളോ ഫോട്ടോസോ മാത്രമല്ല, നമ്മുടെ പൂജാപാത്രങ്ങളോ അല്ലെങ്കിൽ വിളക്കുകളോ പൊട്ടിപ്പോയതോ കിഴുത്ത വീണതോ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ എടുത്തു മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജികൾ നിറയുന്നതാണ്. അടുത്തതായി, ഉഗ്രമൂർത്തികളുടെ ഫോട്ടോസ് നമ്മുടെ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല. ഉദാഹരണത്തിന് കാളിയുടെ ഫോട്ടോസ് കൂടാതെ കാവൽ ദൈവങ്ങളുടെ ഫോട്ടോസും നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ചാൽ അതിന് ധാരാളം പൂജാവിധികളുണ്ട്. അത് റെഗുലറായി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഉഗ്രമൂർത്തി ആണെങ്കിലും അല്ലെങ്കിൽ ഉഗ്രദൈവമാണെങ്കിലും അത് നമ്മുടെ കുലദൈവമാണെങ്കിൽ ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ശാന്തമായിട്ടുള്ള ഈശ്വരന്റെ ഫോട്ടോസ് മാത്രമേ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുവാൻ പാടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.